ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എനിക്ക് അത്രയും പേഴ്സണലി സ്പെഷ്യൽ ആയിട്ടുള്ള അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്ന പോലെ എൻ്റെ ഡ്രീംസിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാൻ എത്തപ്പെട്ടതിൻ്റെ ഒരു ജേർണിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത് വലിയൊരു ജേർണിയാണ്, എന്നാലും ഞാൻ ഷോർട്ടാക്കി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. UAE അത്രയും ചൂടാണ്. എൻ്റെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ചൂടാണ്. കാറിൽ ഫുൾ AC ഇട്ടേക്കാണ്. എന്നാലും ഇതാണ് അവസ്ഥ. ഇപ്പം രാത്രി വരെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ പിന്നെ നട്ടുച്ച സമയത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത്രയും ചൂടുണ്ട്. പക്ഷേ ഈ ചൂടൊന്നും നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല, കാരണം നമ്മൾ പോകുന്നത് നമ്മുടെ ഡ്രീംസിലേക്കാണ്, അതിൻ്റെ സ്റ്റെപ്പിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സന്തോഷമായിട്ട് ഇതൊക്കെ താണ്ടി പോവാണ്. അപ്പോൾ ഇപ്പോൾ ചെല്ലുന്നത് അൽനാദ സെൻറ്ററിലേക്കാണ്. ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് മെഡിക്കൽ എടുക്കുന്നത്. അപ്പോൾ നേരെ അവിടേക്ക് ചെന്നു ടോക്കൺ നമ്പർ കിട്ടി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ ബ്ലൂ കളർ ഗ്ലാസ് കാണുന്ന അവിടെ ചെന്ന് നമ്മൾ ടോക്കൺ നമ്പർ കാണിക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഒരു പേപ്പറുണ്ട് നമുക്ക് ട്രാവൽസിൽ തന്നാൽ അതും കാണിക്കുമ്പോൾ അവർ പറയും നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണുള്ളതെന്ന്. അപ്പോൾ എനിക്ക് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ നിലത്ത് കാണുന്ന സ്റ്റിക്കറിനെ ഫോളോ ചെയ്ത് അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മൾ എത്തിപ്പെടും. അപ്പം ഞാൻ ആ ലൈനൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് നേരെ അകത്തേക്ക് പോയി. അപ്പോൾ അകത്തേക്ക് ചെന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജെൻസും ലേഡീസും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ടെസ്റ്റുകളെല്ലാം. അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. അവിടെ നേരെ എക്സ്റേ എടുക്കുന്നിടത്തേക്ക് വന്നു. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ന് കഴിഞ്ഞ് അധികം ആൾക്കാരില്ല. അപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിനുള്ളിൽ കയറി ഡ്രസ്സൊക്കെ മാറി നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു. ഹാപ്പി ആയിട്ട് നീന്താണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിനി തിരിച്ച് പോകാം. അപ്പോൾ ലൈഫിൽ എന്ത് സന്തോഷവും സങ്കടമൊക്കെ വന്നാലും ഞാൻ പോയിട്ട് എന്താ പറയുക ഒന്ന് റിഫ്രഷ് ആവുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ബീച്ചാണ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എനിക്കിന്ന് ബീച്ചിൽ പോകണം, അസ്തമയം കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാന്. ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെയൊക്കെ കടന്നു വന്ന് എന്താ പറയുക ഫിനാൻഷ്യലി മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു വന്നിട്ടാണ് ഈ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുന്നത്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ചവിട്ടിത്താഴ്ത്തലുകൾ, എന്തോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ എൻ്റെ ലൈഫ് കടന്നു വന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നല്ലൊരു ദിവസം. ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി കൂടെ ഇല്ല എന്നുള്ളതാണ്. ഇൻഷാല്ലാ അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരും. അതും കൂടെ ആയ ഞാൻ ലൈഫിന് ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തികളിൽ ഒരാൾ ഞാനായിരിക്കും. അതേ ഈ കാണുന്ന അൽഹിന്ദ് ബിസിനസ് സെൻ്ററാണ് ഈ ഒരു വിസ എടുക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അവരവരുടെ ഡ്യൂട്ടി വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല സർവീസാണ്. അപ്പോൾ നേരെ ഞാൻ അസ്തമയം കാണാൻ വേണ്ടി ബീച്ചിലെത്തി. പക്ഷേ അസ്തമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബീച്ചിൽ വരുന്നത്. ഇത് ദുബൈ ഐലൻഡാണ്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഒട്ടും തിരക്കില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കുറച്ചധികം നേരം എന്നെ പോലുള്ളവർക്ക് പീസ്ഫുൾ തേടി വരുന്നവർക്കൊക്കെ ഇവിടെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇന്ന് മാത്രമാണോ തിരക്കില്ലാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ വരുന്ന സമയത്ത് തിരക്കില്ല. ഇപ്പം നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, കാണുമ്പോൾ നല്ല മനോഹരമാണ്. പക്ഷെ നല്ല തിളച്ച ചൂട് കാറ്റാണ്. ഇതിന് അത്ര സുഖമൊന്നുമില്ല ഈ കാറ്റിന്. പിന്നെ ഞാൻ കുറച്ച് സമയം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പിന്നെ എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ബീച്ചുകളിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കും, പക്ഷേ കളറിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ സ്പെഷ്യലായിട്ട് കണ്ടാൽ ഞാൻ പെറുക്കിട്ട് വീട്ടിൽ കൊണ്ടുപോകും. കാര്യമൊന്നുമില്ല, വെറുതെ സൂക്ഷിച്ച് വെക്കാനാണ്. അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോൾ ചെയറെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് കയറുന്ന കുറച്ച് നേരം കടലും ആകാശമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു. അങ്ങനെ അതും ആസ്വദിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്സൊക്കെ ഓണായി. അപ്പോൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് നല്ല വിശപ്പും ഉണ്ട്, ഫുഡും കഴിക്കണം. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് മരുഭാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് സഹോദരന്മാർ ഇങ്ങനെ നമസ്കരിക്കുന്ന കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അവിടെ കുറച്ച് ചെമ്പരത്തിയൊക്കെ നിർത്തിയേക്കുന്നത് കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പിച്ചണം എന്നൊക്കെ എനിക്ക് തോന്നി, പക്ഷെ ഫൈനാണ്, പിച്ചാൻ പാടില്ല. അപ്പം നേരെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് തൊട്ടൊക്കെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഈ സൈഡിൽ കാണുന്ന അവിടുത്തെ വാഷ്റൂമാണ്. നമുക്ക് കടലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ ഫ്രഷപ്പ് ആവാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ലേഡീസിൻ്റെതും ഉണ്ട്. ഭയങ്കര നീറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലെയും റെസ്റ്റ് റൂം പറയാതിരിക്കാൻ വയ്യ, അത്രയും നല്ല നീറ്റ്നെസ്സാണ് എല്ലായിടവും. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ.
അങ്ങനെ ദേ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഒരു കുട്ടി സാധനം ഇങ്ങനെ ചിക്ക് പിക്ക് എന്ന് പറഞ്ഞ് ഓടി വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ പിള്ളേ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളവിടെ സ്റ്റക്കായി, അങ്ങോട്ട് പോകാൻ പറ്റാതെ. അപ്പോൾ ഞാൻ മാറിക്കൊടുത്തു. അപ്പം നടന്നങ്ങ് പോയി. ഇവിടുത്തെ മിക്ക ബീച്ചുകളിലും പെറ്റ്സിനെ അലൗഡ് അല്ല, മിക്ക സ്ഥലങ്ങളിലും അലൗഡ് അല്ല, പക്ഷേ ഈ ബീച്ചിൽ പെറ്റ്സിനെ അലൗഡാണ്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ ദുബൈയിൽ ഐലൻഡ് എന്ന് എഴുതിയ ആ ഭാഗത്ത് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി പോയി. പക്ഷെ നല്ല പകൽ വെളിച്ചത്തിൽ വരാമായിരുന്നു എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി. പിന്നെ നേരെ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് പിടിച്ചു. നമ്മളുടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങിക്കഴിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത പരിപാടിയായിട്ട് നമുക്ക് ഇറങ്ങാൻ ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മളുടെ നെക്സ്റ്റ് പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പോകുന്ന അൽത്തവർ സെൻറ്ററിലേക്കാണ്. ഇവിടെ വന്നത് ഫിറോസിൻ്റെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവനെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. കാരണം 1 വർഷത്തോളം ആയോ നാട്ടിൽ പോയി ലോക്കായി കിടക്കുന്നു. അപ്പം വളരെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും വളരെ പ്രതീക്ഷയോടെ ഒരു 85% അവർ നമുക്ക് പോസിറ്റീവായിട്ടാണ് റിപ്ലൈ തന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അവനിവിടേക്ക് കയറി വരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അവനും കൂടി വന്നാൽ മാത്രമേ എൻ്റെ ഒരു ഡ്രീംസ് ഫുൾഫിൽ ആവുകയുള്ളൂ. അപ്പം അവിടുന്ന് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. എൻ്റെ മുഖം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന കണ്ടാൽ മനസ്സിലാവും, അത്ര വെയിലാണ്. അങ്ങനെ നമ്മൾ തിരിച്ചവിടെ നിന്ന് പോകുമ്പോൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. എല്ലാ പൈപ്പിൻ്റെ ചുവട്ടിലും ഓരോ കിളികൾ നിന്ന് കുളിക്കുകയാണ്. മനുഷ്യന്മാർക്ക് എന്നെ താങ്ങാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഇവിടുത്തെ കിളികളുടെ അവസ്ഥയൊക്കെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അവർ ഈ ഗാർഡൻ നനയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുളിക്കുകയാണ് ആസ്വദിച്ചത്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. എല്ലാ പൈപ്പിൻ്റെ ചുവട്ടിലും ഉണ്ട് ഓരോരോ കിളികൾ വീതം. അവർ ആസ്വദിച്ച് കുളിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്ന അൽഹിന്ദിലേക്കാണ്. ഇവിടെ വരുന്നതിൻ്റെ കാര്യം നമുക്കിന്ന് ഫിംഗർ എടുക്കണം. അതായത് നമ്മുടെ 2ാം ഘട്ടത്തിന്, അതായത് സ്റ്റെപ്പ് 1ൻ്റെ 2ാം ഘട്ടമാണ് ഫിംഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിംഗർ എടുക്കണമെങ്കിൽ ഫസ്റ്റ് അൽഹിന്ദിൽ നിന്നൊരു പേപ്പർ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരെ വൺ ഡേ പാർക്ക് ചെയ്ത് നമ്മൾ അൽഹിന്ദിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെയും അധികം ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ചധികം സമയം അവിടെയും വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് അവർ നമുക്ക് പേപ്പർ തന്നത്. ഫിംഗറിനുള്ള പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പറുമായിട്ട് നേരെ അൽനദ സെൻറ്ററിൻ്റെ തൊട്ട് താഴെ, നമ്മൾ ഫസ്റ്റ് മെഡിക്കൽ എടുക്കാൻ വന്നതിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ല, അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ എടുക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഫിംഗർ ടെസ്റ്റും കഴിഞ്ഞ് സീലും കിട്ടി. നേരെ നമുക്ക് ഇനി വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെയും വരെ ഒന്ന് പോയി എന്താ പറയുക, 2ാമത്തെ ഘട്ടവും കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ വിസയുടെ പ്രോസസ്സ് എല്ലാം ഫൈനലായി കഴിഞ്ഞു. ഇനി വിസ വന്നാൽ മാത്രം മതി. മെഡിക്കലും ഫിംഗറും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ലൈഫിലെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ താണ്ടി നമ്മൾ ഹാപ്പിയസ്റ്റ് ആയിട്ടൊരു മൂമെൻറ്റിൽ ലൈഫ് വന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് ഇനി എന്താവുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടത്തി നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. കാരണം അതൊന്നും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. നമ്മുടെ സ്റ്റെപ്പ് 1ലെ ലാസ്റ്റ് ഫൈനൽ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ തന്നെ അൽഹിന്ദിയിൽ നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ID വന്നിട്ടുണ്ട്. അത് വന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്തോളാം പറഞ്ഞിട്ട്. ഈ ഒരു ID കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചു, എത്രമാത്രം കഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് തരണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത്രയും സന്തോഷമായിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം വെയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങാം, ചൂട് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അൽഹിന്ദിലെത്തി. അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈഗർലി വെയിറ്റിംഗ് എന്ന് പറഞ്ഞു. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സാധനം എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ നേരെ ഭയങ്കര സന്തോഷമായിട്ട് അത് ഞാൻ എന്നിട്ട് എന്തോ നേടിയെടുത്ത പോലെയാണ് ഞാനീ നടന്നു വരുന്നത്. അത്രയും സന്തോഷമാണ്. പിന്നെ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല. അപ്പം തന്നെ അത് പൊട്ടിച്ച് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ എൻ്റെ കയ്യിലോട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ് ഇതെന്ന് പറയുന്നത്. കാരണം കാണുന്നവർക്ക് നിസ്സാര ഒരു ഐഡിയ അല്ലേന്ന് തോന്നും, പക്ഷേ എനിക്കത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ഫിറോസിനെയും ഉമ്മായെയും കുഞ്ഞിനെയും സനായും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരണം. എന്നാലേ അതൊന്ന് ഫുൾഫിൽ ആവുകയുള്ളൂ. അവനും കൂടി ഇവിടെ എത്തണം. അവരിവിടെ എത്തിയാൽ മാത്രമേ ഒക്കെ ഫുൾഫിൽ ആവുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി എന്നെ സഹായിച്ച അൽഹിന്ദ് ബിസിനസ് സെൻറ്ററിന് പ്രത്യേക സ്പെഷ്യൽ മെൻഷനായിട്ട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.